ഹായ്. അപ്പോൾ ഡേ 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇനി ഡേ 2ലേക്കാണ്, മൊഡ്യൂൾ 2. സോ മൊഡ്യൂൾ 2 നമ്മൾ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും കവർ ചെയ്യുക. ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം ആൻഡ് ബയോളജിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. സോ നമുക്ക് ആദ്യം ഫിസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലെ ഏകദേശം എല്ലാ മെയിൻ ടോപ്പിക്സും നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും വേഗത്തിൽ ഒന്ന് പറയാം. എന്താണ് ഡിസ്റ്റൻസ്? ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത് ടോട്ടൽ പാത്തിനെ പറയുന്ന പേര്. അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് അവസാനിക്കുന്ന സ്ഥലം വരെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനിനെ പറയുന്ന പേര് ഡിസ്പ്ലേസ്മെന്റ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറയും. ഡിസ്റ്റൻസ് ബൈ ടൈം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇവിടെ ഒരു ടേം നമുക്ക് ആവശ്യമുണ്ട്, ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ആവറേജ് സ്പീഡിനാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എടുക്കുന്നത്. ചിലപ്പോ എൻട്രൻസിന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാറുണ്ട്, ഈ ആദ്യത്തെ കുറച്ച് ദൂരം ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലും അടുത്ത കുറച്ച് ദൂരം മറ്റൊരു വെലോസിറ്റിയിലും ട്രാവൽ ചെയ്തു എങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ക്ലിയർ ആയി കാണും. ഒരു S1 ഡിസ്റ്റൻസ് V1 വെലോസിറ്റിയിലും ഒരു S2 ഡിസ്റ്റൻസ് V2 വെലോസിറ്റിയിലും ആൻഡ് എക്സെട്ര അങ്ങനെ കൂടുതൽ തരാം. അപ്പൊ അത്തരം ഒരു കേസിൽ ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? സോ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല V average is equal to S1 plus S2 plus S3 divided by എക്സെട്ര ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഡിവൈഡ് ബൈ S1 by V1, അതായത് S1 ട്രാവൽ ചെയ്ത വെലോസിറ്റി പ്ലസ് S2 by V2 പ്ലസ് എക്സെട്ര. കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് പോകും. സോ ഈ ഷോർട്ട് കട്ട് ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ്, അതായത് ഫസ്റ്റ് ഡിസ്റ്റൻസ് ഇത്ര വെലോസിറ്റിയിൽ, സെക്കൻഡ് ഡിസ്റ്റൻസ് ഇത്ര വെലോസിറ്റിയിൽ, അങ്ങനെ തരുന്ന കേസുകളിൽ ഈ ഫോർമുല നിങ്ങൾക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. അതേസമയം ചിലപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ പറയാം, ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ്, അതായത് ആദ്യത്തെ പകുതി ദൂരം, രണ്ടാം പകുതി ദൂരം, അങ്ങനെ പറയുമ്പോൾ ഡിസ്റ്റൻസ് അവിടെ സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ S1 ഉം S2 ഉം എല്ലാം തന്നെ S എന്ന് കണക്കാക്കിയാണ്, കാരണം 1, 2 കൊടുക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ദേ ആർ സെയിം. അങ്ങനെ ഒരു കേസ് വന്നാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു ഫോർമുലയുണ്ട്. സോ അവിടെ നമ്മൾ ആവറേജ് വെലോസിറ്റി കാണുന്ന ഫോർമുല V average is equal to 2V1 V2 by V1 plus V2. Okay, 2V1 V2 by V1 plus V2. ഈ ഫോർമുല ഉപയോഗിച്ച് ഏത് കേസാണ് ഡിസ്റ്റൻസുകൾ സെയിം ആണെങ്കിൽ, അതിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറയുന്ന കേസുകളിൽ ആദ്യത്തെ പകുതി ദൂരം ഇത്ര വെലോസിറ്റിയിലും സെക്കൻഡ് ഇത്ര വെലോസിറ്റിയിലും ട്രാവൽ ചെയ്തുവെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൽ യു ക്യാൻ യൂസ് ദി ഫോർമുല ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2V1 V2 by V1 plus V2. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോകും. നമ്മളെ പറ്റിക്കാനായിട്ട് അവസാനം ചോദിക്കും, ആദ്യത്തെ ഇത്ര സ്പീഡ് ഇത്ര സമയം നമ്മൾ ഡിസ്റ്റൻസ് ആ പഠിച്ചിട്ട് പോയത്. പേടിക്കേ വേണ്ട, അതിനുമുണ്ട് ഫോർമുല. അപ്പോ ഒരു പർട്ടിക്കുലർ ടൈം ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലും അടുത്ത പർട്ടിക്കുലർ ടൈം വേറൊരു വെലോസിറ്റിയിലും അങ്ങനെ ട്രാവൽ ചെയ്താണ് ഒരു വസ്തു മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെയും ആവറേജ് വെലോസിറ്റി കാണാനായിട്ട് ഷോർട്ട് കട്ട് ഫോർമുലയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് V average is equal to V1 T1 plus V2 T2, കൂടുതലുണ്ടെങ്കിൽ പ്ലസ് എക്സെട്ര, ഡിവൈഡഡ് ബൈ T1 plus T2 plus എക്സെട്ര, കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് പോകുക. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ദാറ്റ് ഈസ് ദി ഫോർമുല. എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ സമയം ട്രാവൽ ചെയ്യുമ്പോൾ, വീണ്ടും വേറൊരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ അടുത്ത കുറച്ച് സമയം ട്രാവൽ ചെയ്യുമ്പോൾ, ഇങ്ങനെ വന്നാൽ ഈ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്കിൽ ഇവിടെ ഒരു കേസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? ആദ്യത്തെ പകുതി സമയം, അതായത് സമയത്തിന്റെ ഇന്റർവെൽസ് എല്ലാം സെയിം, T1 ഉം T2 ഉം എല്ലാം സെയിം ടൈം, 10 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ആകാം, അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി ടൈം ആൻഡ് നെക്സ്റ്റ് ഹാഫ് ഓഫ് ദി ടൈം, അങ്ങനെയും തരാലോ നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഒരു കേസ് വന്നാൽ ഇത് എങ്ങനെ ചെയ്യും? അവിടെയും ഈസിയാണ്. ഇതിനേക്കാളും ചെറിയ ഫോർമുല ആയിരിക്കും അപ്പോ വരിക. അപ്പോ V average കാണുന്ന ഫോർമുല V average is equal to V1 plus V2 plus etc divided by n. അതായത് എത്ര എണ്ണം ഉണ്ടോ അങ്ങനെ നമുക്ക് ഇവിടെ പ്ലസ് VN by n. അപ്പൊ അങ്ങനെ എത്ര വെലോസിറ്റീസ് ഉണ്ടോ ആ വെലോസിറ്റീസിന്റെ എല്ലാം ആവറേജ് അങ്ങ് എടുത്താൽ മതി. സാധാരണ എങ്ങനെയാണ് ആവറേജ് എടുക്കുന്നത് അതുപോലെ ആവറേജ് അങ്ങ് എടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദി ആൻസർ. സോ സ്പെഷ്യൽ കേസുകൾ ക്ലിയർ ആയില്ലേ? ഇത്തരം ഫോർമുലകൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്താൽ എൻട്രൻസ് കുറച്ചുകൂടി ഈസിയാണ്.
എന്താണ് യൂണിഫോം മോഷൻ? വെൻ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഒബ്ജക്ട് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ദെൻ ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം മോഷൻ. അങ്ങനെ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോൺ യൂണിഫോം മോഷൻ. നമ്മൾ റോഡിൽ കൂടിയൊക്കെ പോകുന്നത് നോൺ യൂണിഫോം മോഷനാണ്. അല്ലാതെ ഒരേ സ്പീഡിൽ പരേഡ് പോലെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന്റെ നോൺ യൂണിഫോം മോഷൻ ആണ്. ആക്സിലറേഷൻ എന്താണ് നിങ്ങൾക്ക് അറിയാം? വെലോസിറ്റി ബൈ ടൈമിനെ പറയുന്ന പേരാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം, അതാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ കൊടുക്കുന്നതനുസരിച്ച് വെലോസിറ്റി സ്പീഡിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണല്ലോ? ബ്രേക്ക് ചവിട്ടുമ്പോഴും സ്പീഡിന് ചേഞ്ച് ആവും. സോ ബ്രേക്ക് ഈസ് ഓൾസോ എ ആക്സിലറേഷൻ, ബട്ട് അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ വിളിക്കുന്ന പേരെന്താ? റിട്ടാർഡേഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആയില്ലേ? ഡീസലറേഷൻ എന്നൊരു പേര് കൂടി നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ട്. -a എന്ന് ഡിനോട്ട് ചെയ്യും. ക്ലിയർ ആയില്ലേ? ഇത്രയും. ഇനി ചിലപ്പോ ആക്സിലറേഷൻ ടൈം വെച്ചിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഫസ്റ്റ് ഒരു ടൈം t1 ടൈം ഒരു a1 ആക്സിലറേഷനിലും t2 ടൈം ഒരു a2 ആക്സിലറേഷനിലും ആൻഡ് എക്സെട്ര കൂടുതലും തരാം. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആവറേജ് ആക്സിലറേഷൻ എങ്ങനെ കണ്ടെത്തും? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല a average is equal to a1 t1 plus a2 t2 divided by t1 plus t2. നമ്മൾ നേരത്തെ വെലോസിറ്റിക്ക് ഉപയോഗിച്ച അതേ ഫോർമാറ്റ് ആണ്. അവിടെ v1 ഇവിടെ a1 അത്രേ ഉള്ളൂ. സോ a1 t1 plus a2 t2 divided by t1 plus t2. കേസ് മനസ്സിലായി കാണും. ഫസ്റ്റത്തെ ഒരു ടൈം t1 ടൈം a1 ആക്സിലറേഷനിലും t2 ടൈം a2 ആക്സിലറേഷനിലും ഒരു ബോഡി ട്രാവൽ ചെയ്താൽ അവിടുത്തെ ആവറേജ് ആക്സിലറേഷൻ കാണുന്നതാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒരു നല്ലൊരു പോയിന്റ് പറഞ്ഞു തരട്ടെ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. വേറെ ഒന്നുമല്ല, ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ആവറേജ് ആക്സിലറേഷനും എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോ ആവറേജ് ആക്സിലറേഷൻ കാണാൻ പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിച്ചാലും മതി, തിരിച്ചും ചെയ്യാം. ഇത് ചിലപ്പോൾ ഒരു നമുക്കറിയായിരിക്കും ഗിവൺ സെന്റൻസുകൾ റോങ് റൈറ്റ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ എൻട്രൻസിന്. അപ്പൊ ആ ഒരു രീതിക്കൊക്കെ ഇത് ചോദിക്കാം. അതായത് ഇൻ എ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആവറേജ് ആക്സിലറേഷൻ. മറക്കരുത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 3 ഫോർമുലകൾ ഡെറിവേഷൻ സഹിതമാണ് നമ്മൾ തിയറി പഠിച്ചപ്പോൾ പഠിച്ചത്. പക്ഷെ ഇവിടെ ഡെറിവേഷന്റെ ആവശ്യമില്ല, ആരും എൻട്രൻസിന് കുത്തിയിട്ട് ഡെറൈവ് ചെയ്യണ്ടല്ലോ. സോ യു ഹാവ് ടു ഓൺലി സ്റ്റഡി ദി ഇക്വേഷൻസ്. എല്ലാവർക്കും അറിയായിരിക്കും ആ ഇക്വേഷൻസ്. v is equal to u plus at. എഴുതി കൂടി പറയാം. v is equal to u plus at, v square is equal to u square plus 2as and s is equal to ut plus half at square. സോ ഈ ഫോർമുലകളൊക്കെ വളരെ ബൈഹാർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു എൻട്രൻസ് പഠിക്കുന്ന കുട്ടി ഒരിക്കലും മറക്കാത്ത ഫോർമുലയാണ് ഇതൊക്കെ. അപ്പൊ ഇതല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ സാധാരണ എൻട്രൻസിന് പഠിച്ചു വെക്കാറുണ്ട്. എൻട്രൻസിന് മാത്രമല്ല, തിയറിക്കും അത് ചിലപ്പോൾ ഉപകാരപ്പെടാറുണ്ട്. സോ ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. Sn, അതായത് nth ടൈമിൽ നമ്മളിപ്പോ പറയുന്ന ഒരു ഒബ്ജക്ട് ട്രാവൽ ചെയ്ത് 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തു എങ്കിൽ വാട്ട് വാസ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 8th സെക്കൻഡ്? 8ാമത്തെ സെക്കൻഡിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരുന്നു? അങ്ങനെ ഒരു പർട്ടിക്കുലർ സെക്കൻഡ് പറഞ്ഞിട്ട് പർട്ടിക്കുലർ ടൈം nth സെക്കൻഡിൽ എന്ന് നമ്മൾ പറയും. ആ nth സെക്കൻഡിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്ന് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അതിൽ നമ്മൾ ഇങ്ങനെ എഴുതും, Sn എന്ന് എഴുതും. ആ Sn കാണുന്ന ഫോർമുല Sn is equal to u by 2 plus a into 2n minus 1. സോ ഒന്നുകൂടെ പറയാം ഈ ഫോർമുല. Sn is equal to u by 2 plus a into 2n minus 1. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ഫോർമുല കൂടി ഓർത്ത് വെച്ചോളൂ. nth സെക്കൻഡിൽ 8ാമത്തെ 7ാമത്തെ എന്നൊക്കെ പറയുന്നു. nth സെക്കൻഡിൽ അത് എത്ര ട്രാവൽ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് കാണാൻ നിങ്ങൾക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. Sn is equal to u by 2 plus a into 2n minus 1. ഓക്കെ, ഈ ഇക്വേഷൻ തന്നെ ചിലപ്പോ നമുക്ക് ഗ്രാവിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിയുന്നു. കേട്ട് വയ്യല്ലേ? പക്ഷെ ആ കേസസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ കല്ലെടുത്ത് മുകളിലോട്ട് എറിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? സ്പീഡ് കൂടുവോ സ്പീഡ് കുറയോ? മുകളിൽ ചെന്നിട്ട് അതവിടെ ചെന്ന് നിൽക്കുന്നത് എപ്പോഴാ? ബ്രേക്ക് ചവിട്ടുമ്പോ. അപ്പൊ സ്പീഡ് കുറയും. അപ്പൊ സ്പീഡ് കുറയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നെഗറ്റീവ് ആക്സലറേഷൻ അല്ലെ? അപ്പൊ ഇവിടുത്തെ ഒരു കല്ലിന്റെ മുകളിലേക്കൊക്കെ എറിയുമ്പോൾ താഴേക്ക് പിടിച്ചു വലിച്ചത് ആരാ? ഗ്രാവിറ്റി. അപ്പൊ അവിടെയുള്ള ആക്സലറേഷനെ നമ്മൾ എന്ത് വിളിക്കും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മുകളിലേക്ക് പോകുമ്പോ മൈനസ് ആണ്, ബിക്കോസ് ബ്രേക്ക് ചവിട്ടുന്നത് പോലെയാണ്. പക്ഷെ താഴേക്ക് വരുന്നവർക്ക് ഒരു കല്ലെടുത്ത് നമ്മൾ മുകളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ താഴെ എത്തുമ്പോൾ നമ്മൾ തലയിലൊന്നും വീണാന്നായിരിക്കും, നമുക്ക് നല്ല വേദന ആയിരിക്കും. കാരണം താഴെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ താഴേക്ക് വരുമ്പോൾ ആക്സലറേഷൻ ഈസ് പോസിറ്റീവ്. അപ്പൊ അവിടെ +g വേണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഞാൻ പറഞ്ഞത് അതൊന്നും പിന്നെ കാണാതെ പഠിക്കാതിരിക്കണ്ട. ഈ കേസുകളിൽ A വരുന്ന ഭാഗത്തെല്ലാം, ആക്സലറേഷൻ വരുന്ന ഭാഗത്തെല്ലാം ഡയറക്ഷൻ നോക്കിയിട്ട് നിങ്ങൾ g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
ജിയുടെ വാല്യൂ എല്ലാവർക്കും അറിയാമല്ലോ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ അത് നിങ്ങൾക്ക് അറിയാം. അല്ലാതെ ഡയറക്ഷൻ കൂടി ചേർത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പ്ലസ് ജി ആണെങ്കിൽ താഴേക്ക് വരികയാണെങ്കിൽ പ്ലസ് ജി, മുകളിലേക്ക് പോവുകയാണെങ്കിൽ മൈനസ് ജി. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ ചാപ്റ്റർ നിറഞ്ഞു കിടക്കുന്ന ഒരു സാധനമുണ്ട്, ഗ്രാഫ്സ്. അപ്പൊ ഗ്രാഫുകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ആ ഗ്രാഫ്സ് എല്ലാം കൂടി വരയ്ക്കാൻ നിന്നാൽ തീരത്തില്ല. പക്ഷെ ഗ്രാഫുകൾ എല്ലാവരും ടെക്സ്റ്റിനകത്തുള്ളതൊന്ന് നോക്കിയിരിക്കുക. ആ ഗ്രാഫുകളിൽ നിന്ന് നമുക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആ പോയിന്റുകളെ ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഗ്രാഫ്സ് ആണ് വരയ്ക്കുന്നത്. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ നമുക്ക് ആ 3 ഗ്രാഫുകൾക്ക് വേണ്ടി 3 വേർഡ്സ് ഇവിടെ യൂസ് ചെയ്യാം. നോക്കിക്കോളൂ. ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, രണ്ടാമത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ്, അടുത്തത് ആക്സലറേഷൻ ടൈം ഗ്രാഫ്. സോ 3 ആൾക്കാർ. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ, മറക്കരുത്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും. എളുപ്പമല്ലേ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷൻ കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. പക്ഷേ എൻട്രൻസ് ആയതുകൊണ്ടും നിങ്ങൾ മാത്സ് കുറെ പഠിച്ച കുട്ടികളായതുകൊണ്ടും ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ, അതായത് ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലൊരു ഇക്വേഷൻ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എഴുതി കഴിഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റിയുടെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആക്സലറേഷൻ കിട്ടും. വെലോസിറ്റിയുടെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. അപ്പൊ തിരിച്ചെങ്ങനെയാ വരേണ്ടത്? ആക്സലറേഷന്റെ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോ എൻട്രൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ രൂപത്തിൽ ചിലപ്പോൾ തരാറുണ്ട്, ഗ്രാഫ് രൂപത്തിലും തരാറുണ്ട്. ഏത് തന്നാലും നമ്മൾ സജ്ജരായിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഗ്രാഫ്സ് നിങ്ങൾ എൻസൈറ്റ് ടെക്സ്റ്റിനകത്തുള്ളതെല്ലാം ഒന്ന് നോക്കിയിരിക്കുക. ഗ്രാഫ് ഒക്കെ വരയ്ക്കാൻ അറിയില്ലേ? അപ്പൊ ആ രീതിയിൽ മോഡലിൽ വരുന്നതെല്ലാം നമുക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ തിയറി പാർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം, അത് അടുത്ത ക്ലാസ്സിൽ. ഇനി കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതിനകത്തുള്ള മേജർ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വേഗത്തിൽ നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് അകത്തുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇതിനെയൊക്കെ കണ്ടെത്തിയ കുറച്ച് പേരുണ്ട് അല്ലെ. സോ അതിനെ കുറിച്ച് പറയുന്നതാണ് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആൻഡ് ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ചാഡ്വിക്. ഇതല്ലാതെ രണ്ട് പാർട്ടിക്കിൾസ് കൂടി നമുക്ക് പറഞ്ഞുതരാം. ഒന്ന് മീസോൺ, രണ്ടാമത്തത് പോസിട്രോൺ. അപ്പൊ ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസും കൂടി ഏതിനകത്ത് കാണപ്പെടും? നമ്മുടെ ആറ്റത്തിനകത്ത് കാണപ്പെടും. കാഥോഡ് റേ എക്സ്പെരിമെന്റും ആനോഡ് റേ എക്സ്പെരിമെന്റും നിങ്ങൾക്ക് അറിയായിരിക്കും. അത് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, കാരണം തിയറി എക്സാമിനേഷൻ അല്ല. എന്നാലും അതിന്റെ മേജർ പോയിന്റ്സും അതിനകത്ത് കണ്ടെത്തിയ കാര്യങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കുക. ഇലക്ട്രോണിന്റെ ചാർജ് അടിച്ചിടാത്ത ആരുമില്ലല്ലോ അല്ലേ. 1.6 × 10⁻⁻⁹ കൂളം. ആൻഡ് മാസ് നിങ്ങൾക്ക് അറിയായിരിക്കും 9.1 × 10⁻31 കിലോഗ്രാം. സോ അതൊക്കെ ഫണ്ടമെന്റൽസ് ആണ്. അല്ലാതെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ കുറച്ച് വേർഡ്സ് ആണ് ഐസോബാർ, ഐസോടോപ്പ് എന്നൊക്കെ പറയുന്നത്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സിന് സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് മാസ് നമ്പേഴ്സ് ആയിരിക്കും. തിരിച്ചു വന്നാൽ, അതായത് അറ്റോമിക് നമ്പർ ഡിഫറെന്റും മാസ് നമ്പർ സെയിമും വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബാർ. ഐസോടോൺസ് നിങ്ങൾക്ക് അറിയായിരിക്കും, ന്യൂക്ലിയസില് ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ട് വന്നാൽ, എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അറ്റോമിക് നമ്പറിന്റെയും മാസ് നമ്പറിന്റെയും ഡിഫറൻസ് സെയിം ആയിട്ട് വരുന്ന എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോൺസ്. കൂടെ നമുക്ക് പഠിക്കാവുന്ന മറ്റൊരു വേർഡ് കൂടിയാണ് ഐസോ ഇലക്ട്രോണിക്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം. ഐസോ മീൻസ് സെയിം, ഇലക്ട്രോണിക്. അപ്പൊ ഐസോ ഇലക്ട്രോണിക് മീൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ട് വരുന്ന എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഐസോ ഇലക്ട്രോണിക്. ആദ്യത്തെ ആറ്റം മോഡൽ തോംസൺസ് ആറ്റം മോഡൽ എല്ലാവർക്കും അറിയായിരിക്കും. തോംസൺസ് ആറ്റം, പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, വാട്ടർമെലൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആറ്റം ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്, അതിനകത്ത് ഇലക്ട്രോൺസിനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. രണ്ടാമത് വന്നതാണ് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ. റുദർഫോർഡിന്റെ ആറ്റം മോഡൽ അങ്ങനെ ഇങ്ങനെ വെറുതെ പറഞ്ഞതൊന്നുമല്ല, അതൊരു എക്സ്പെരിമെന്റിന്റെ ബേസിസിൽ വന്നതാണ്. ഏതായിരുന്നു ആ എക്സ്പെരിമെന്റ്?
യെസ്, അത് തന്നെ. ഗോൾഡ് ഫോയിലിലേക്ക് നമ്മൾ ആൽഫ റൈസിനെ കടത്തിവിട്ട ആ എക്സ്പെരിമെന്റ്. റിസൾട്ട്സും കൺക്ലൂഷൻസ് ഒക്കെ ഓർമ്മയുണ്ടായിരിക്കും. അതിൽ നിന്നാണ് അയാൾ ന്യൂക്ലിയസ് എന്ന് പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് സെന്ററിനെ അയാൾ കണ്ടെത്തുന്നത്. സോ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നെന്നും ആ റിവോൾവ് ചെയ്യുന്ന ഒരു സർക്കുലർ പാത്തിലാണെന്നും ആ സർക്കുലർ പാത്തിനാണ് റുദർഫോർഡ് എന്ത് പേര് കൊടുത്തത്? അത് തന്നെ, ഷെൽ അഥവാ ഓർബിറ്റ് എന്ന് പേര് കൊടുത്തത്. നമ്പറൊക്കെ അയാൾ പേര് കൊടുത്തു, KLM എന്നൊക്കെ പേരും കൊടുത്താണ് അയാൾ ഓർബിറ്റ്സിനെ കണ്ടെത്തുന്നത്. ഇനി അടുത്ത എക്സ്പെരിമെന്റ്, അതായത് ബോർ ആറ്റം മോഡലിലേക്ക് നമ്മൾ പോകണം. ബോർ ആറ്റം മോഡൽ വരാൻ കാര്യം റുദർഫോർഡിന്റെ ആറ്റം മോഡല് മാക്സ്വെൽ തിയറി അനുസരിച്ച് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവസാനം എനർജി നഷ്ടപ്പെട്ട് എവിടെ നിന്ന് വീഴും? ന്യൂക്ലിയസിന്റെ മണ്ടയ്ക്ക് വന്ന് വീഴും. അങ്ങനെയെങ്കിൽ ആ ആറ്റം നശിച്ചു പോകും. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ റുദർഫോർഡിന്റെ കയ്യിൽ ആൻസർ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ റുദർഫോർഡ് ആറ്റം മോഡൽ ഡിസ്കാർഡ് ചെയ്തു. അതിനുശേഷം വന്നതാണ് നമ്മുടെ ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ അല്പം ബോറ. എന്താ കാര്യം? ബിക്കോസ് ഒരുപാട് ഇക്വേഷൻസ് കൊണ്ടാണ് ബോർ ആറ്റം മോഡൽ വരുന്നത്. ഈ ബോർ ആറ്റം മോഡലിലേക്ക് വന്നെത്താൻ സാഹചര്യമായ കുറെ കണ്ടുപിടുത്തങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. എന്താ ബ്ലാക്ക് ബോഡി? എല്ലാതരം റേഡിയേഷൻസും എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും കഴിവുള്ള ഒരു വസ്തുവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. സൂര്യനും ഭൂമിയും ഒക്കെ നിയർലി ബ്ലാക്ക് ബോഡീസ് ആണ്. പിന്നെ കൂടെ നമ്മൾ പഠിച്ച സാധനമാണ് ഡുവൽ നേച്ചർ. എന്താണ് ഡുവൽ? ഡുവൽ എന്ന് വെച്ചാൽ രണ്ട്. ഒരു വസ്തുവിന്റെ പാർട്ടിക്കിൾ നേച്ചറും ഒപ്പം വേവ് നേച്ചറും ഒരുമിച്ച് കൈവരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡുവൽ നേച്ചർ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. എന്തായിരുന്നു ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ? യെസ്, അത് തന്നെ. ലാംഡ ഇസ് ഈക്വൽ ടു h by p. ലാംഡ ഇസ് ഈക്വൽ ടു h by p. വാട്ട് ഈസ് ലാംഡ? വേവ് ലെങ്ത്. ആർക്കാണ് h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. വാല്യൂ ഓർമ്മയുണ്ടല്ലോ, 6.626 into 10 raised to minus 34 joules second. So what is p? P is momentum. ഇതെങ്ങനെയാ ഡുവലിന്റെ ഇക്വേഷൻ ആകുന്നത്? സിമ്പിൾ അല്ലേ? ദാറ്റ് ഈസ്, ഇതിനകത്ത് ലാംഡ ഉണ്ട്, പി ഉണ്ട്. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. വേവ് ലെങ്ത് വേവ് ക്യാരക്ടർ ആണ്. വാട്ട് ഈസ് പി? മൊമെന്റം, ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം പാർട്ടിക്കിൾ ക്യാരക്ടർ ആണ്. സോ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ അർത്ഥം ലാംഡ, അതായത് വേവ് ക്യാരക്ടർ ഉള്ള ഒരാൾക്ക് പി പാർട്ടിക്കിൾ ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡുവൽ നേച്ചറിന്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. +2 നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ച സാധനം അല്ലെ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു സൺലൈറ്റിൽ കുറച്ച് എനർജി വരുന്നു. നമ്മൾ അതിനെ പ്ലാങ്ക്സ് ഇക്വേഷൻ Hν എന്ന് പറയും അല്ലെ. സോ Hν എനർജി വന്ന് ഒരു മെറ്റൽ സർഫസിൽ വീഴുമ്പോൾ അതിലുള്ള ഇലക്ട്രോൺസിനെ അത് അവിടെ നിന്ന് ഇജക്ട് ചെയ്യും. ഇജക്ട് ചെയ്യാൻ ആവശ്യമായ എനർജിയെ പറയുന്ന പേരാണ് വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ഉപയോഗിച്ചത് അവിടെ നിന്ന് ഇജക്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് വർക്ക് ഡൺ. അതിനുശേഷം അവിടെ നിന്ന് ഇടകുന്ന ഇലക്ട്രോൺസ് കൈനറ്റിക് എനർജി ഉപയോഗിച്ച് മുന്നോട്ട് ട്രാവൽ ചെയ്യും. സോ ഇലക്ട്രോൺസ് ഇളകി ഒഴുകുമ്പോഴാണ് അതിന് എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് എന്ന് വിളിക്കുന്നത്. സോ കറണ്ട് എന്ന രൂപത്തിൽ ഇത് മുന്നോട്ട് ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇവിടെ കൊണ്ടുവന്ന Hν എനർജി രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ഒന്ന് വർക്ക് ചെയ്യാനും ബാക്കി കൈനറ്റിക് എനർജി ആയിട്ടും. സോ ദ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, ഐൻസ്റ്റീൻ കൊണ്ടുവന്ന ഇക്വേഷൻ എന്തായിരുന്നു? അത് Hν is equal to Hν0 പ്ലസ് കൈനറ്റിക് എനർജി. ഓക്കെ, അയ്യോ എന്താ ഈ Hν0? ഒന്നുമല്ലടേ, അതാണ് വർക്ക് ഡൺ. അതിന് നമ്മള് H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ν0 പറയുന്ന പേര് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ വർക്ക് ഫംഗ്ഷൻ കാണുന്ന ഫോർമുലയാണ് Hν0 എന്ന് പറയുന്നത്. ν0 ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് എന്ന് വെച്ചാൽ മിനിമം. സോ വാട്ട് ഈസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി നീഡഡ് ഫോർ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ക്ലിയർ അല്ലേ? പക്ക. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. ഇത്രയൊക്കെ വന്നപ്പോ ഇതെല്ലാം കൂടി ചേർത്തുണ്ടാക്കിയ മോഡലാണ് ബോർ ആറ്റം മോഡൽ. അപ്പൊ ബോർ ആറ്റം മോഡലിനകത്ത് കുറച്ച് കാര്യങ്ങൾ അയാൾ മാറ്റി എഴുതി. അതായത് ഇത്രേ ഉള്ളൂ. അയാള് ഷെല്ലെന്നും ഓർബിറ്റ് എന്നൊക്കെ റുദർഫോർഡ് വിളിച്ചതിനെ ഇയാള് പേര് മാറ്റി എനർജി ലെവൽസ് എന്ന് മാറ്റി. അതുപോലെ ഈ എനർജി ലെവലിന് അയാൾ വേറൊരു പേര് കൂടി കൊടുത്തു, സ്റ്റേഷനറി ലെവൽസ് അഥവാ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഈ ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺസിന്റെ എനർജി പുറത്തേക്ക് റിലീസ് ആകില്ല. അങ്ങനെ ആയാലല്ലേ ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴേണ്ട കാര്യമുള്ളൂ. അപ്പൊ മാക്സ്വെല്ലിന്റെ ആ ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റിനെ അയാൾ ഇങ്ങനെയാണ് ഒപ്പോസ് ചെയ്തത്. അപ്പോ അങ്ങനെ എനർജി ലെവൽ അഥവാ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ബോർ. ബോർ കുറച്ച് ഇക്വേഷൻസ് കൂടി കൊണ്ടുവന്നു. അയാൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഒരു എനർജി ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു എനർജി ലെവൽ വരയ്ക്കുന്നു.
ഇത് ഒരു 100 ജൂൾ എനർജി ലെവലിലുള്ളതാണെന്ന് വിചാരിക്കും. അവിടെ ഇരിക്കുന്ന ഇലക്ട്രോണിന് ഒരു സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് സപ്പോസ് ഇതൊരു 400 ജൂൾ എനർജിയുടെ ലെവലാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്നും ഇങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും. അങ്ങനെ എക്സൈറ്റ് ചെയ്യണമെങ്കിൽ അതിന് എത്ര എനർജി കിട്ടണം? 100 ഇരിക്കുന്ന ആൾക്ക് 400 ചാടണമെങ്കിൽ എത്ര എനർജി കിട്ടണം? 300 ജൂൾ എനർജി കിട്ടണം. സോ അത്രയും എനർജി കിട്ടിയാൽ അയാൾ മുകളിലേക്ക് ചാടും. ഈ ചാട്ടത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എക്സൈറ്റഡ് അയാൾ മുകളിൽ പോകും. മുകളിൽ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് അയാൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ലത്. അയാൾ പിന്നെ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അങ്ങനെ പഴയ സ്റ്റേറ്റിലേക്ക് അയാൾ തിരിച്ചു വരുമ്പോ അയാൾക്ക് കിട്ടിയ ആ എനർജി അയാൾ റിലീസ് ചെയ്യും. അപ്പോ ആ റിലീസ് ചെയ്യുന്ന എനർജിയും എത്ര തന്നെ ആയിരിക്കും? 300 ജൂൾ തന്നെ ആയിരിക്കും. ഇതാണ് റേഡിയേഷൻസ് ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്തൊക്കെ റീസൺ ആയിട്ട് മാറുന്നത്. സോ ഈ എനർജി പുറത്തേക്ക് വരുമ്പോ ഈ വരുന്ന എനർജി കണ്ടെത്താനായിട്ട് ബോർ പറഞ്ഞു ഏത് ലെവലിൽ നിന്നും ഏത് ലെവലിലേക്കാണോ തിരിച്ചു ചാടുന്നത് ആ എനർജി ലെവലുകളുടെ എനർജി ഡിഫറൻസ് എടുത്താൽ മതി. പോരെ? കാരണം ഇത് 400ന്റെ ലെവൽ, ഇത് 100ന്റെ ലെവൽ. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ 400 മൈനസ് 100 300 എന്നല്ലേ കിട്ടുക? അതേ എനർജി തന്നെയല്ലേ ഇവിടെ റിലീസും ചെയ്തിരിക്കുന്നത്. ഇത്രയും ബോറും പറഞ്ഞോളൂ. സോ ബോർ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്നും റിലീസ് ചെയ്ത എനർജി ഡെൽറ്റ ഇ കണ്ടെത്താനായിട്ട് ഈ എനർജി ലെവൽ E2 ഈ എനർജി ലെവൽ E1 ആണെങ്കിൽ E2 മൈനസ് E1 എന്ന് പഠിച്ചാൽ മതി. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇതാണ് ബോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതിനകത്ത് പറഞ്ഞത്. ഇതുവഴി അയാൾക്ക് ഏത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു? ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. ഇതോടൊപ്പം തന്നെ ഒരു പർട്ടിക്കുലർ ലെവലിൽ കിടന്ന് കറങ്ങുന്ന ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺ, അപ്പൊ എത്ര ആ ഓർബിറ്റിന് റേഡിയസ് കാണുമല്ലോ, ആ റേഡിയസ് എത്രയെന്ന് കണ്ടെത്താനുള്ള ഫോർമുല കൂടി ബോർ നമുക്ക് കണ്ടെത്തി തന്നിട്ടുണ്ട്. ആ ഫോർമുല ഇങ്ങനെയാണ്: Rn is equal to 0.29 n square ആംസ്ട്രോങ്. ഓക്കെ, അപ്പൊ ഇവിടെ യൂണിറ്റ് കിട്ടുക ആംസ്ട്രോങ്ങിലായിരിക്കും. ആംസ്ട്രോങ് നിങ്ങൾക്ക് -10 ആണ്. സോ അത്രയിലായിരിക്കും അത് കിട്ടുക. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെവൽ? ഒന്നാമത്തെ ആണെങ്കിൽ n-ന് 1 എന്ന് കൊടുക്കാം, രണ്ടാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ 2 എന്ന് കൊടുക്കാം, മൂന്നാമത്തെ ഓർബിറ്റ് ആണെങ്കിൽ 3 എന്ന് കൊടുക്കുക. സോ ദിസ് ഈസ് ദ ഫോർമുല. ഇങ്ങനെയാണ് അയാള് ഒരു nth ഓർബിറ്റിന്റെ റേഡിയസ് കാണാനുള്ള ഫോർമുല കൊണ്ടുവരുന്നത്. ഇതല്ലാതെ കൊണ്ടുവന്ന മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഓരോ ഓർബിറ്റിന് ഒരു പർട്ടിക്കുലർ എനർജി കാണുമല്ലോ. അപ്പൊ ആ എനർജി കാണാനുള്ള ഇക്വേഷൻ അത് അയാൾ കൊണ്ടുവന്നു. nth ഓർബിറ്റിന്റെ എനർജി കാണാനുള്ള ഇക്വേഷൻ En is equal to -13.6 by n square electron volt. Okay, -13.6 by n square electron volt. ഇവിടെ ആൻസർ ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും കിട്ടുക. നിങ്ങളോട് ആരെങ്കിലും ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കാൻ ജസ്റ്റ് കിട്ടുന്ന ആൻസറിനെ ഇലക്ട്രോണിന്റെ ചാർജ്, അതായത് 1.6 × 10⁻⁹ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും? ജൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഈ ഫോർമുല മറക്കരുത്. പക്ഷെ ഇതൊരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് ഓൺലി ഫോർ ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജന് വേണ്ടിയിട്ടാണ് ഈ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ അല്ലാതെ വേറെ ഏതെങ്കിലും ആറ്റം ആണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ അറിയണം. അത് നമ്മൾ Z എന്ന് കൊടുക്കും അല്ലെ. ആ Z അറിയാമെങ്കിൽ ഈ ഫോർമുല ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഫോർമുല എങ്ങനെ വരും? En is equal to -13.6 into Z square by n square. സിമ്പിൾ അല്ലേ? ഒരു Z സ്ക്വയർ എക്സ്ട്രാ കയറി വരും എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. Z എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അറ്റോമിക് നമ്പർ. ഇവിടെയും ആൻസർ ഇലക്ട്രോൺ വോൾട്ടിൽ തന്നെയായിരിക്കും കിട്ടുക. പക്കയല്ലേ? ഇനി അടുത്ത് നമ്മുടെ എൻട്രൻസിന്റെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു 3 അല്ലെങ്കിൽ 4 ലെവലുകളുടെ എനർജി വാല്യൂസ് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഈ 4 ഷെല്ലുകളുടെയും എനർജി എത്രയാണെന്ന് നമുക്കൊന്ന് ബൈഹാർട്ട് ചെയ്തെടുക്കാം. വലിയ കാര്യമില്ല, കാരണം ഒന്നാമത്തേത് വളരെ ഈസി ആയിരിക്കും. ഹൈഡ്രജന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ എന്നില് ഒന്നാമത്തെ ഷെല്ല് വരുമ്പോ നമ്മൾ 1 സ്ക്വയർ എന്ന് കൊടുത്താൽ പോരെ. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിന്റെ എനർജി ഇപ്പോഴേ കിട്ടിയില്ലേ? എത്ര? -13.6. അപ്പൊ എങ്ങനെ വരും? ഈ ഒന്നാമത്തെ ഷെൽ n is equal to 1 ആണെങ്കിൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അതേസമയം രണ്ടാമത്തെ ഷെല്ലാണെങ്കിലോ, രണ്ടാമത്തെ ഷെല്ലിന് ഇയുടെ വാല്യൂ, എനർജി വാല്യൂ എന്ന് പറയുന്നത് -3.39 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. -3.39 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. എന്നാൽ മൂന്നാമത്തെ ഷെല്ല് വരുമ്പോ ഈ എനർജി വാല്യൂ എന്ന് പറയുന്നത് -1.506 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. -1.506 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. എന്നാൽ n is equal to 4 ആണെങ്കിൽ എനർജിയുടെ വാല്യൂ -0.84
ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും, -0.84 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പൊ ഈ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാൽ സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒരു ഫോർമുല കൂടി നമ്മുടെ ബോർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഇലക്ട്രോൺ കിടന്ന് കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വെലോസിറ്റി കാണില്ലേ? ആ വെലോസിറ്റി കാണുന്ന ഫോർമുല. സോ നോക്കാം ആ ഫോർമുല എന്താണെന്ന്. ആ ഫോർമുല ഇങ്ങനെ വരും: V is equal to 2.18 into 10 raised to 6 into Z by N. So formula മറക്കരുത്. V is equal to 2.18 into 10 raised to 6 into Z by N. Z atomic number. N എത്രാമത്തെ ഷെൽ ആണെന്നുള്ളത്. ഓക്കെ, ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എന്നുള്ള വെലോസിറ്റി, ഇലക്ട്രോണിന്റെ വെലോസിറ്റി കാണാനുള്ള ഫോർമുല കൂടി നമ്മുടെ ബോർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ബോറിനകത്ത് വരുന്ന മേജർ ഇക്വേഷൻസ്. അല്ലാതെ ഒന്നാമത്തെ ഷെല്ലിൽ നിന്ന് വേറൊരു ഷെല്ലിലേക്ക് ചാടുമ്പോൾ ഉള്ള ഫ്രീക്വൻസി കാണാനൊക്കെ ഉള്ള ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. R into 1/n1² - 1/n2² എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോർമുലകളൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ. അപ്പൊ അത്തരം ഫോർമുലകളും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. R എന്തായിരുന്നു? റെഡ്ബർഗ് കോൺസ്റ്റന്റ്. അപ്പൊ അതൊക്കെ ഇതിനകത്ത് വരുന്ന ഇക്വേഷൻസ്. ഈ ബോർ മോഡലിൽ തന്നെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സോ ബോർ മോഡലിന്റെ ലിമിറ്റേഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്. ഒന്ന് സീമാൻ ഇഫക്റ്റ്, ഒന്ന് സ്റ്റാർക്ക് ഇഫക്റ്റ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് സീമാൻ ഇഫക്റ്റ്. അപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. അപ്പൊ ഇത് രണ്ടും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് സാധിച്ചില്ല? ബോറിനെ കൊണ്ട് സാധിച്ചില്ല. ഒപ്പം ഫൈൻ സ്പെക്ട്രം പോലെയുള്ള ഫൈൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനും ബോറിനെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ മോഡൽ ഫോളോ ചെയ്യൂ? ഇല്ല, അതിനെ എടുത്ത് നമ്മൾ വലിച്ചെറിഞ്ഞു. അപ്പോൾ ഒരു കാര്യം നമ്മൾ അതിനകത്ത് എക്സ്ട്രാ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ അതിനകത്ത് സാധാരണ പഠിക്കാറുണ്ട് ആംഗുലാർ മൊമെന്റം വിൽ ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നുള്ളത്, അല്ലെ? അത് ആക്ച്വലി ബോർ സോമർഫീൽഡ് എന്ന് പറയുന്ന രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ ആണ്. ബോർ സോമർഫീൽഡ് ബോർ ആറ്റം മോഡൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുന്ന സാധനമാണ്. അപ്പൊ പക്ഷെ നമ്മൾ NCERT ടെക്സ്റ്റിൽ തന്നെ ബോർ ആറ്റം മോഡലിൽ അകത്ത് ഉൾപ്പെടുത്തിയെങ്കിലും അത് സോമർഫീൽഡ് എന്ന് പറയുന്ന ഒരാളോട് ചേർന്നിട്ടാണ് ആ ഒരു തിയറം കൊണ്ടുവരുന്നത്. അത് ആംഗുലാർ മൊമെന്റത്തിനെയും കൊണ്ടുവന്നിട്ടുണ്ട്, ലീനിയർ മൊമെന്റത്തിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എനിവേ ആ ഇക്വേഷൻ മറക്കണ്ട. ഒരു ഇലക്ട്രോൺ കിടന്ന് കറങ്ങുമ്പോൾ ആ കറങ്ങുന്ന പാത്തിന്റെ ആംഗുലാർ മൊമെന്റം h/2π ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പൊ L will be equal to n into h/2π. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാണ് ആ തിയറം നമ്മൾ പറയുന്നത്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഓൾ അബൌട്ട് ബോർ ആറ്റം മോഡൽ. നെക്സ്റ്റ് ഈസ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രം ആക്ച്വലി എത്ര സീരീസുകൾ ഉണ്ട് അതിനകത്ത്? ലൈമാൻ, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, അല്ലെ? 5 സീരീസുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. 6ാമതൊരു സീരീസിലുണ്ട് ഹംഫ്രി സീരീസ്. അപ്പൊ ഈ സീരീസുകളെ കുറിച്ചൊക്കെ കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നത് ബോറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇക്വേഷൻ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കും. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു R into 1/n1² - 1/n2² എന്ന് പറയുന്ന ഫോർമുല. സോ ഈ ഫോർമുലയൊക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ കൂടി അതിനകത്ത് ഓർത്ത് വെച്ചിരിക്കുക. ഹൈഡ്രജൻ സ്പെക്ട്രം വരുമ്പോഴാണ് നമ്മൾ ഈ ഫോർമുല കൂടുതലും യൂസ് ചെയ്യുന്നത്. ന്യൂ ബാർ എന്തായിരുന്നു? വേവ് നമ്പർ ആണ്. വാട്ട് ഈസ് വേവ് നമ്പർ? ന്യൂ ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/λ ആണ്. Then R എന്ന് പറയുന്നത് റെഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. റെഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ അറിയാലേ? 10, 96, 77. മറക്കരുത്, 10, 96, 77. അതാണ് ആരുടെ വാല്യൂ? നമ്മുടെ റെഡ്ബർഗ് കോൺസ്റ്റന്റ് വാല്യൂ പെർ സെന്റിമീറ്ററിലാണ് വരുന്നത്. 5 സീരീസുകൾ എന്ന് പറഞ്ഞല്ലേ? ലൈമാൻ സീരീസ് UV റീജിയനിലാണ് വരുന്നത്. ലൈമാൻ കഴിഞ്ഞത് ബാൽമർ നമുക്ക് കാണാൻ പറ്റും, കാരണം അത് വിസിബിൾ റീജിയനിലാണ് വരുന്നത്. ബാക്കി 3 പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഹംഫ്രി, അതെല്ലാം തന്നെ ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരുന്നത്. സോ റീജിയൻസ് കൂടി കൃത്യമായിട്ടൊന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കണം. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഓർമ്മയുണ്ടാകും അല്ലെ? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെയായിരുന്നു? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നടക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് മൊമെന്റം ആൻഡ് പൊസിഷൻ ഓഫ് എ ഫൈൻലി മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ വിച്ച് ഈസ് മൂവിംഗ് വെരി ഫാസ്റ്റ്, ആക്യുറേറ്റ്ലി ആൻഡ് സൈമൾട്ടേനിയസ്ലി. അപ്പൊ വളരെ കൃത്യതയോടുകൂടി വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ പോലെയുള്ള വസ്തുക്കളുടെ മൊമെന്റവും പൊസിഷനും ഒരേ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. അങ്ങനെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ അതിനകത്ത് അൺസർട്ടനിറ്റി, എറർ, തെറ്റുണ്ടാകും. അപ്പൊ പൊസിഷൻ കണ്ടെത്തിയാൽ പൊസിഷനിൽ തെറ്റുണ്ടാകും, മൊമെന്റം കണ്ടെത്തുമ്പോൾ മൊമെന്റത്തിലും തെറ്റുണ്ടാകും. ഈ 2 തെറ്റുകളും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അത് h/4π ഒരിക്കലും കുറവ് വരില്ല, അതിനേക്കാൾ കൂടിയാലേ ഉള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ ഇവിടെ ഇക്വേഷൻ എങ്ങനെ വരും?
ദാറ്റ് ഈസ് പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി ഡെൽറ്റ എക്സ് ഇൻറ്റു മൊമെന്റത്തിലുള്ള അൺസർട്ടനിറ്റി ഡെൽറ്റ പി വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, കൂടുതലേ ആവത്തുള്ളൂ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും ഏതിന്, h/4π. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. മറക്കില്ലല്ലോ. ഇതിനകത്ത് വേണമെങ്കിൽ പിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താ, ലീനിയർ മൊമെന്റ്, മാസിന്റെ വെലോസിറ്റി. സോ മാസിന് ഒരിക്കലും അൺസർട്ടനിറ്റി ഉണ്ടാവില്ല. സോ മാസ് ഇൻറ്റു വെലോസിറ്റിക്ക് ആയിരിക്കും അൺസർട്ടനിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ക്ലിയർ ആയോ പറഞ്ഞത്? സോ അഥവാ വെലോസിറ്റിയുടെ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദാ കിടക്കുന്ന ഫോർമുല ഇത് നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ച് കൊടുത്ത് നമുക്ക് ആവശ്യാനുസരണം ഫോർമുലകൾ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോണം. അത് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഒരു അകത്തോട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സർക്കുലർ ഓർബിറ്റ് അല്ല എന്നതാണ് അവിടെ പറഞ്ഞു നിർത്തുന്നത്. സർക്കുലർ ഓർബിറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റണമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് സർക്കുലർ ഓർബിറ്റിലല്ല. എന്തെങ്കിലും കത്തി തുടങ്ങിയോ? ഇങ്ങനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന കോൺസെപ്റ്റുകളിലേക്ക് പോകുന്നത്, SPDF. കാരണം അതൊന്നും സർക്കുലർ മാനറിലല്ല ഇരിക്കുന്നത്. സോ അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനൊക്കെ ബേസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ആ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ നമ്മൾ ചുരുക്കി എഴുതാറുണ്ട് അല്ലെ, H∪E∅ എന്നുള്ളത്. H∪ എന്തായിരുന്നു? അത് തന്നെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. സോ അതാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അതിന്റെ ഒരു വലിയൊരു ഫോർമാറ്റ് ഉണ്ട്. ആ വലിയ ഫോർമാറ്റിൽ പഠിച്ചു വെക്കണം എന്നില്ല, പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. ∂2 ∂2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. സോ അത് അത്രയും വലിയൊരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം എന്നില്ല. ബട്ട് ഈവൻ ദോ അത് ഓർത്തിരിക്കുക, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഈസ് ദ ബേസ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നെത്തി. എത്ര ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്? 4 ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഞാൻ ഇതിന്റെ താഴെ ചെയ്തിട്ടുണ്ട്. അത് +1 കുട്ടികൾക്ക് വേണ്ടി കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടം നമ്പേഴ്സ് അറിഞ്ഞിടാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് 4 എണ്ണമാണ് വരുന്നത്. ഒന്ന് N, ദാറ്റ് ഇസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L അസിമുത്തൽ ക്വാണ്ടം നമ്പർ, M മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, S സ്പിൻ ക്വാണ്ടം നമ്പർ. ഇതിൽ ആദ്യത്തെ 3 എണ്ണം, അതായത് പ്രിൻസിപ്പൽ, അസിമുത്തൽ, മാഗ്നറ്റിക്, ഈ 3 തന്നെ ഹൈസൻബർഗ് ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ്. അപ്പൊ ഏത് മാത്രമല്ല, കൂട്ടത്തിൽ പെടാത്തവൻ ആരാ? സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ മാത്രം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ നിന്നല്ല ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. തലയ്ക്കകത്ത് കയറിയല്ലോ. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂസ് ഒക്കെ എഴുതാൻ അറിയായിരിക്കും, എനിക്ക് നല്ല അറിയാം. അറിഞ്ഞിടാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു വേർഡ് ഉണ്ട്, നോഡുകൾ എന്ന് പറയും. നോഡൽ റീജിയൻ, നോഡ്സ് എന്നൊക്കെ പറയും. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കാണാൻ സാധ്യത പ്രോബബിലിറ്റി 0 ആകുന്ന സ്ഥലങ്ങളാണ്. Chi² വാല്യൂ 0 ആകും. അപ്പൊ അവിടെ ഇലക്ട്രോണിനെ കാണാൻ ഒരു സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡുകൾ. ഈ നോഡുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. റേഡിയൽ നോഡ് എന്ന് പറയും. ഈ റേഡിയൽ നോഡ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല ഉണ്ട്, ബൈ ഹാർട്ട് ചെയ്യുക. N-L-1, ദാറ്റ് ഈസ് ദി ഫോർമുല. റേഡിയൽ നോഡ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല N-L-1. N പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, L അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അപ്പൊ N-L-1 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് റേഡിയൽ നോഡ്സ്. ആംഗുലാർ നോഡ്സ് ആണ് ഇനി കാണേണ്ടതെങ്കിൽ ആംഗുലാർ നോഡ്സ് കാണാൻ ജസ്റ്റ് യു ഫൈൻഡ് L. അപ്പൊ L കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആംഗുലാർ നോഡ്സ്. ഇനി ടോട്ടൽ നോഡ്സ് ആണ് ചോദിക്കുന്നതെങ്കിലോ, എങ്കിൽ യു ജസ്റ്റ് ഫൈൻഡ് N-1. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് കാണാൻ N-1 മാത്രം ചെയ്താൽ മതി. അപ്പോ 3 തരം നോഡ്സ് ആയി. ഒന്ന് റേഡിയൽ നോഡ്സ്, ആംഗുലാർ നോഡ്സ് ആൻഡ് ടോട്ടൽ നോഡ്സ്. ക്ലിയർ ആയല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി? ഒന്ന് N-L-1, ഒന്ന് L, ആൻഡ് ലാസ്റ്റ് ടോട്ടൽ കാണാൻ N-1. ദാറ്റ് ഈസ് ദി ഇക്വേഷൻ. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു തിയറം ഉണ്ട്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഒരേ സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് 2 ഇലക്ട്രോൺസിന് ഒരു ആറ്റത്തിനകത്ത് ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. എക്സ്പ്ലനേഷൻ ആ വീഡിയോയിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഓഫ്ബർഗ് പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാലോ, ഇലക്ട്രോൺസിന്റെ ഫിൽ ചെയ്യുന്ന രീതിയെ കുറിച്ച്. എനർജി കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് ഫിൽ ചെയ്യും. 1s, 2s, 2p, 3s, 3p, 4s, 3d എന്ന് പറയുന്ന 6 റൂള്. ഓക്കെ, പിന്നെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്തായിരുന്നു? അത് ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യുമ്പോൾ ഒരേ എനർജി ലെവൽ ആണെങ്കിൽ ഒറ്റയ്ക്ക്, അതായത് പെയർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഓരോരുത്തർക്ക് സിംഗിൾ ആയിട്ട് ഒക്കുപ്പൈ ചെയ്യുക, അതിനുശേഷമേ പെയറിംഗ് ചെയ്യാൻ പാടുള്ളൂ. അതായിരുന്നു ഹൺസ് റൂൾ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്ന മേജർ പോയിന്റ്സ്. ഇച്ചിരി പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നാലും മേജർ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ചാപ്റ്റർ മുഴുവൻ ഒന്ന് വായിച്ച് പഠിച്ചു വെക്കൂ. നാളെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സെറ്റ് ആവും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നല്ല
ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ചാപ്റ്റർ ആണ്. എല്ലാ പോയിന്റ്സും പഠിച്ചെടുത്തേ പറ്റൂ. അതിലെ മേജർ പോയിന്റ്സ് വേഗം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ജീവികളുടെ എണ്ണം വളരെ കൂടുതലായിട്ട് പഠിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. തിയോഫ്രാസ്റ്റസ് ഒക്കെ അതിന്റെ ആളായിരുന്നു. കോൾ ലിനിയേഴ്സ് വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതൊരു ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് കൊണ്ടുവന്നത് ബെന്തം ആൻഡ് ഹൂക്കർ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ്. ഓവറോൾ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നാച്ചുറൽ സിസ്റ്റം കൊണ്ടുവരുന്നത് ബെന്തം ആൻഡ് ഹൂക്കർ. അല്ലാതെ പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, എവല്യൂഷണറി റിലേഷൻഷിപ്പിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്ലാസിഫിക്കേഷൻ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് കൊണ്ടുവന്നത് എംഗ്ലർ ആൻഡ് പ്രാഞ്ചിൽ ആണ്. എംഗ്ലർ ആൻഡ് പ്രാഞ്ചിൽ. സോ അവരാണ് ഇത് കൊണ്ടുവരുന്നത്, നമ്മുടെ എവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫൈലോജനറ്റിക് സിസ്റ്റം കൊണ്ടുവരുന്നത്. പിന്നെ മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം അണ്ണനാണ് കോൾ ലിനേയസ്. കഴിഞ്ഞ ചാപ്റ്റർ തൊട്ടേ നമ്മുടെ കൂടെയുണ്ട് കോൾ ലിനേയസ്. ഓക്കെ, ഇനിയുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നതിന് മുന്നേ 4 കിങ്ഡം ഉണ്ടായിരുന്നു. ഈ 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിലായിട്ട് കിങ്ഡം ഫഞ്ചായി കൂടി ആഡ് ചെയ്തിട്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കൊണ്ടുവന്നത് ആരാ? RH വിറ്റേക്കർ ആണ്. 1969 RH വിറ്റേക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. ഏതൊക്കെയായിരുന്നു ആ 5 കിങ്ഡംസ്? ഒന്ന് കിങ്ഡം മൊണീറ, 2 കിങ്ഡം പ്രോട്ടിസ്റ്റ, അടുത്തത് കിങ്ഡം ഫഞ്ചായി, അടുത്ത കിങ്ഡം പ്ലാന്റേ, ലാസ്റ്റ് കിങ്ഡം അനിമേലിയ. സോ ഫസ്റ്റ് കിങ്ഡം മൊണീറ, ബാക്ടീരിയകളുടെ കിങ്ഡം. ബാക്ടീരിയകൾ തന്നെ 2 ടൈപ്പ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാ? ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. പഴയകാല പ്രിമിറ്റീവ് ക്യാരക്ടേഴ്സ് ഉള്ള ബാക്ടീരിയകളെയാണ് ആർക്കി ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. ആർക്കി ബാക്ടീരിയക്ക് താഴെ വരുന്നത് മെഥനോജൻസ് എവിടെ കാണും? ഈ ക്ലേയിലൊക്കെ കാണപ്പെടും. പിന്നെ നമ്മുടെ കൗഡങ്ങിലും കാണപ്പെടും മെഥനോജൻസ് അല്ലെ? പിന്നെ ഹാലോഫൈൽസ്, സോൾട്ടി ഏരിയയിൽ ജീവിക്കുന്നവര്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് തെർമോ അസിഡോഫൈൽസ്. എവിടെ കാണപ്പെടും? വളരെ ചൂടുള്ള ഹോട്ട് സ്പ്രിംഗിലൊക്കെ കാണപ്പെടുന്നവരാണ് തെർമോ അസിഡോഫൈൽസ്. സോ ഇങ്ങനെയുള്ള പ്രിമിറ്റീവ് ആയിട്ട് വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള എക്സ്ട്രീം കണ്ടീഷൻ പോലും ജീവിക്കാൻ കഴിവുള്ള ഇത്തരം ബാക്ടീരിയകളെയാണ് കൂട്ടത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആർക്കി ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യു ബാക്ടീരിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് സൈനോ ബാക്ടീരിയകൾ. സൈനോ എന്ന വേർഡ് എന്ന് വെച്ചാൽ സയനോ എന്ന് പറയുന്നത് ആക്ച്വലി സയാൻ എന്ന് പറഞ്ഞിട്ട് കളർ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ബ്ലൂവും ഗ്രീനും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്നതല്ലേ? സോ ഇവരുടെ മറ്റൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പൊ ഈ സൈനോ ബാക്ടീരിയകൾക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് നൊസ്റ്റോക്ക്, അനാബീന എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവർക്ക് വളരെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഹെൽപ്പ് ചെയ്യുന്നത് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് സെല്ലിനകത്ത് കാണപ്പെടുന്നത്. സോ അങ്ങനെയുള്ള മേജർ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ സാധാരണ വരാറുണ്ട്. മൈക്കോപ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയം പോലെ തന്നെ ബട്ട് ഇറ്റ് ലാക്ക് സെൽ വാൾ. ഇതിന് സെൽ വാൾ കാണത്തില്ല. സാധാരണ എല്ലാ ബാക്ടീരിയത്തിനും സെൽ വാൾ ഉണ്ട്. ബാക്ടീരിയകളെ അവരുടെ ഷേപ്പിനനുസരിച്ച് വിബ്രിയോ, കോക്കസ്, സ്പൈറുലീന എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. സോ ഇത്രയൊക്കെയാണ് ബാക്ടീരിയൽ കാറ്റഗറി കിങ്ഡം മൊണീറയ്ക്കകത്ത് ഓർത്തിരിക്കേണ്ട മേജർ പോയിന്റ്സ് എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് അടുത്തേക്ക് പോകാം. കിങ്ഡം പ്രോട്ടിസ്റ്റ. പ്രോകാരിയോട്ടുകൾ ആയിരുന്നു ആര്? കിങ്ഡം മൊണീറൻസ്. പക്ഷെ ഒരേ ഒരു പ്രോകാരിയോട്ടിക് കിങ്ഡമേ ഉള്ളൂ. ഇനിയുള്ള എല്ലാ കിങ്ഡംസും യൂകാരിയോട്ടുകളാണ്. അപ്പൊ യൂകാരിയോട്ടുകളായിട്ടുള്ള യൂണിസെല്ലുലാർ ജീവികളാണ് ഏതിനകത്ത് വരുന്നത്? കിങ്ഡം പ്രോട്ടിസ്റ്റയ്ക്കകത്ത് വരുന്നത്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ തന്നെ വീണ്ടും അതിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡൈനോഫ്ലാജലേറ്റ്സ്, ക്രൈസോഫൈറ്റ്സ് ആൻഡ് യൂഗ്ലിനോയിഡ്സ്. ഇതൊരു കാറ്റഗറിയാണ്, പ്ലാൻ ലൈക്ക് ആണ്. ഇനി ഫംഗസ് ലൈക്ക് ആയിട്ടുള്ള വേറൊരെണ്ണുണ്ട്, അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആൻഡ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്. ഇതൊക്കെ ഒരു ഫംഗൈ ലൈക്ക് പ്രോട്ടോസോവൻസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രോട്ടിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തിലേക്ക് പോകാൻ നമുക്ക്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ക്രൈസോഫൈറ്റ്സിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഡെസ്മിഡ്സും ഡയാറ്റംസും. ഡെസ്മിഡ്സിന്റെ മറ്റൊരു പേരാണ് ഗോൾഡൻ ആൽഗി. നമ്മുടെ ഡയാറ്റംസിന്റെ വലിയ പ്രത്യേകത, ഡയാറ്റംസിന്റെ സെൽ മരിച്ച് അതിൽ മണ്ണിൽ വീഴുമ്പോൾ, ഓഷ്യനിൽ വീഴുമ്പോൾ ഓഷ്യന്റെ തറയിൽ മണ്ണില് ഈ സിലിക്ക കണ്ടന്റ് കൂടുകയും അതിന് ഇൻഡസ്ട്രിയിൽ ഒരുപാട് യൂസ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ മണ്ണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ അറ്റോമിഷ്യസ് എർത്ത്. അത് ഉണ്ടാക്കുന്നവരായതുകൊണ്ട് ഡയാറ്റംസിനെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തിലേക്ക് പോകാം. ഡൈനോഫ്ലാജലേറ്റ്സിന് ഫ്ലജല്ല ഉണ്ട്. അതാണ് അങ്ങനെ ഒരു പേര് വരാൻ കാര്യം. ഡൈനോഫ്ലാജലേറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. യൂഗ്ലീന അതൊക്കെ അതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് വരും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അമീബയൊക്കെ അതിന് എക്സാമ്പിൾ അതിൽ വരുന്ന ആൾക്കാരാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. എൻറ്റമീബ, ഹിസ്റ്റോളിറ്റിക് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതൊക്കെ ഈ കാറ്റഗറി വരുന്നത്. അപ്പോൾ പാരസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരും നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്.
പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരെണ്ണമാണ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവനിലാണ് ഫ്ലജല്ല ഉള്ള പ്രോട്ടോസോവൻ ഒരു ഉദാഹരണമാണ് ട്രിപ്പനോസോമ വിച്ച് കോസസ് സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന അസുഖം. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് വിളിക്കാറുണ്ട്. ട്രിപ്പനോസോമ മറക്കരുത്, അയാളാണ് ആ അസുഖത്തിന് കാരണക്കാരൻ. പിന്നെ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ഉണ്ട്. ആരായിരുന്നു സീലിയേറ്റഡ് പ്രോട്ടോസോവൻ? യെസ്, അത് തന്നെ നമ്മുടെ പാരമീസിയം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പ്ലാസ്മോഡിയം, അതൊക്കെ ഈ കാറ്റഗറിക്കകത്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാസ്മോഡിയം മലേറിയക്ക് കാരണക്കാരനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നതാണ് നമ്മുടെ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫഞ്ചായി. കിങ്ഡം ഫഞ്ചായിക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റ് ഫുൾ NCERT-ലെ ഓരോ പോയിന്റ് വീതം വായിച്ച് വന്നാലേ ഒരു എൻട്രൻസിന് നമുക്ക് പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ഈവൻ നമ്മൾ പറയാറുണ്ട് പേജ് നമ്പർ ഉൾപ്പെടെ പഠിച്ചു വെക്കുക എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും NCERT കലക്കി കുടിക്കേണ്ടി വരും, അത് യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ അല്ല, +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നേരെ ബയോളജി നീറ്റ് എക്സാം എഴുതുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും പഠിച്ച് വന്നു എന്ന് വരാൻ സാധ്യത വളരെ കുറവാണ്. പഠിച്ചാൽ അത്രയും നല്ലത്. അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് മേജർ പോയിന്റ്സ് തോന്നുന്നതിന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് പോവുക. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ഡൈകാരിയോൺ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സാധനം. ഡൈകാരിയോൺ സ്റ്റേജിന് N+N കണ്ടീഷനിൽ, അതായത് 2 സെല്ലുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ സാധാരണ ഗമേറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ആ ന്യൂക്ലിയസും ഫ്യൂസ് ആകണമല്ലോ. ചിലപ്പോൾ ഈ ന്യൂക്ലിയസിൽ ഫ്യൂസ് ആകാതിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ N+N ഡൈകാരിയോൺ സ്റ്റേജ് എന്നൊക്കെ പറയും. ഇതാണ് ഫംഗസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണത്. പിന്നീട് അത് ഫ്യൂസ് ചെയ്യും, ന്യൂക്ലിയസിൽ പരസ്പരം പിന്നീട് ജോയിൻ ചെയ്യും. പക്ഷെ നമ്മൾ പറഞ്ഞത് ആ സ്റ്റേജ് ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഫംഗസിന്റെ സ്പോർ പ്രൊഡ്യൂസിംഗ് സ്ട്രക്ചർ ഡിപ്ലോയിഡ് ആണ്, ഗമേറ്റ് പ്രൊഡ്യൂസിംഗ് സ്ട്രക്ചർ ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, സോ ഗമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്ലോയിഡ്, ബട്ട് ദ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. അതിന്റെ ഫാദർ ഒക്കെ ഹാപ്ലോയിഡ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ അതിനകത്തൊരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അസ്കോമൈസെറ്റ്സ്, ബെസിഡിയോമൈസെറ്റ്സ് എന്നും ഫൈക്കോമൈസെറ്റ്സ് ആൻഡ് ഡിറ്ററോമൈസെറ്റ്സ്. ഇതിന്റെ എല്ലാവരുടെയും എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞ തീരില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാത്തിന്റെയും എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അതിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് റസ്റ്റ് ഡിസീസ്, സ്മട്ട് ഡിസീസ്, പക്സീനിയുടെ ഒക്കെ കാര്യങ്ങൾ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് പഠിച്ചു വെക്കണം. പിന്നെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ, ഡിട്രോമൈസിൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ, സാക് ഫഞ്ചൈ, ദെൻ അഗാരിക്കസ് ഇതിനകത്താണ് വരുന്നത്. ഇങ്ങനെയുള്ള ഓരോ പോയിന്റ്സ് കൂടി കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. പ്ലാന്റേയും അനിമേലിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല, കാരണം ഈ പ്ലാന്റ്സിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇവിടെ പഠിക്കുന്നത്. കിങ്ഡം പ്ലാന്റ് എന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്കുണ്ട്. അനിമേൽ കിങ്ഡം വേറൊരു ചാപ്റ്റർ ഉണ്ട്, അപ്പൊ അനിമേലി അങ്ങനെ പഠിക്കാം. പിന്നെ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന മേജർ ടോപ്പിക്കാണ് വൈറസുകൾ. എന്താണ് വൈറസുകൾ എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ കോട്ടിനകത്ത് DNA-യോ RNA-യോ കാണപ്പെടുന്നതാണ് വൈറസുകൾ. വൈറസ് എന്ന് കേൾക്കാത്ത ഒറ്റ മനുഷ്യൻ ഇന്ന് ജീവനോടെ കാണില്ല. കാരണം കൊറോണയൊക്കെ വന്നതിന് ശേഷം വൈറസ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. വൈറസ് അല്ലെങ്കിലേ ഫെമിലിയർ ആണ്, പക്ഷെ ഇപ്പൊ മോർ ഫെമിലിയർ ആയിട്ട് മാറി. അപ്പോ ഈ വൈറസുകളുടെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്ന പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപ്സുലെയർ എന്ന് വിളിക്കും. ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് DNA ആണെങ്കിൽ അതിനെ ഡെക്സ്ട്രോ വൈറസ് എന്നും, അകത്ത് RNA ആണെങ്കിൽ അതിനെ റിട്രോ വൈറസ് എന്നും വിളിക്കാറുണ്ട്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി ഇതിനകത്ത് കുറെ സയന്റിസ്റ്റുകളുടെ പേര് നമുക്ക് പഠിക്കണം. വൈറസ് എന്ന വേർഡിന്റെ തന്നെ അർത്ഥം എന്താ? വിഷമുള്ള ഫ്ലൂയിഡ് എന്നാണ്, പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ്. വൈറസ് എന്ന വേർഡ് കോയിൻ ചെയ്ത് ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, മറക്കരുത്, ലൂയിസ് പാസ്റ്റർ ആണ്. ആദ്യമായിട്ട് വൈറസുകളെ ക്രിസ്റ്റലൈസ് ചെയ്തത് സ്റ്റാൻലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. പിന്നെ ആദ്യമായിട്ട് ആ ടൊബാക്കോ ഡിസീസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ടൊബാക്കോ മൊസൈക് ഡിസീസിനുള്ള വൈറസുകളെ ആദ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുകയും കണ്ടാജിയം വൈവം ഫ്ലൂയിഡം എന്ന് പറയുന്നതൊക്കെ പേരൊക്കെ ഇട്ട ആള് ബെയ്ജർനിക് ആണ്. അതിനുശേഷം ഇവനോസ്കിയും ഇതുപോലെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. വൈറസുകൾക്ക് പോയിസണസ് വെനം ഒക്കെ പേര് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറസുകളില് വൈറസ് കോട്ടിന് മാത്രം, അതായത് പ്രോട്ടീൻ കോട്ടിന് മാത്രം ഇതുപോലെ ഇൻഫെക്ഷൻ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രയോൺസ്. അതില് പ്രോട്ടീൻ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറോയിഡ്സ്. ടിയോഡൈനിയർ ഒക്കെയാണ് അതിന്റെ കണ്ടുപിടുത്തത്തിൽ വരുന്ന ആൾക്കാര്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് ലൈക്കൻസ്. എന്താണ് ലൈക്കൻസ്? ഫംഗസിന്റെ ആൽഗയുടെയും സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് ലൈക്കൻസ്. ലൈക്കൻസിനകത്ത് ഫംഗൽ പാർട്ടിനെ മൈക്കോബയോണ്ട് എന്നും ആൽഗൽ കമ്പോണന്റിനെ ഫൈക്കോബയോണ്ട് എന്നും വിളിക്കുന്നു. ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത്. ആ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആ ചാപ്റ്റർ മുഴുവൻ ഒന്ന് വായിച്ച് പഠിക്കാനുള്ള സമയം നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. സോ ഫുൾ ഒന്ന് വായിക്കുക. മേജർ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ.